ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിസ്റ്റം, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണ്, അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണ്, ഇതിനകത്ത് ഏതൊക്കെ പാർട്സ് വരുന്നുണ്ട്, ആര് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്താണ് അവിടെ ഡെവലപ്മെന്റ് നടക്കുന്നത്, എങ്ങനെയാണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഒരു സൈഗോട്ട് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരു എംബ്രിയോ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അതൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ബേബി ആയിട്ട് മാറുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് നോക്കി, ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്താണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു പോർഷൻ, വൺ ദാറ്റ് പ്രൊഡ്യൂസസ് ദ ജെർം സെൽ ആൻഡ് അതർ ദാറ്റ് ഡെലിവർ ദ ജെർം സെൽ ടു ദ സൈറ്റ് ഓഫ് ദ ഫെർട്ടിലൈസേഷൻ. ഒരു സൈറ്റിനകത്ത് രണ്ട് പാർട്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പറയുന്നത്. അതിൽ ഒരു പാർട്ടിൽ എന്ത് സംഭവിക്കുന്നു, ജെർം സെൽസ് അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്ത ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ മെയിൽ ഗാമേറ്റ് ഉണ്ടാക്കിയ ആ ഒരു പ്ലേസിൽ നിന്നും എന്ത് ചെയ്യുന്നു, അതിനെ ക്യാരി ചെയ്ത് അടുത്തൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ രണ്ട് സിസ്റ്റം കാണുന്നു. ദാറ്റ് ഈസ് ഒരെണ്ണം എന്താണ്, ജെർം സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റവും, അതുപോലെ തന്നെ അടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ മെയിൽ ഗാമേറ്റിനെ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള സൈറ്റിലോട്ട് കൊണ്ടുപോവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റവും. അങ്ങനെ രണ്ട് സിസ്റ്റമാണ് ആർക്കുള്ളത്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് ഉള്ളത്. ക്ലിയർ ആണോ? ഇപ്പൊ രണ്ട് സിസ്റ്റം ഉണ്ട്, രണ്ട് സിസ്റ്റത്തിലും എന്തുണ്ട്, കുറെ അധികം പാർട്സ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് നോക്കാം. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് രണ്ട് സിസ്റ്റം, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് രണ്ട് സിസ്റ്റം ഉണ്ട്. ഒരു സിസ്റ്റത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു, മെയിൽ ഗാമേറ്റുകളെ ഉണ്ടാക്കുന്നു. അടുത്ത സിസ്റ്റം എന്തിനു സഹായിക്കുന്നു, മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ അത് ഇവിടെ നിന്നാ പോരാ, എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് അതിനെ ആ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഇതിനെ കൊണ്ടുപോകണം. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അങ്ങനെ രണ്ട് സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്, നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് ഉള്ളത്. അപ്പോ ഇതാണ് മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, സ്കോട്ടം ഉണ്ട്, ടെസ്റ്റിക്കിൾ ഉണ്ട്, എപ്പിഡൈമിസ് ഉണ്ട്, റെക്ടം ഉണ്ട്, പ്രോസ്ട്രേറ്റ് സെമിനൽ വെസിക്കിൾ ഉണ്ട്, ബാസ് ഡെഫറൻസ് ഉണ്ട്, പെന്നിസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പിക്ചർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ എങ്ങനെയാണ്, എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ടെസ്റ്റിസ് എന്നുള്ളതാണ്. എന്താണ് ടെസ്റ്റിസ്? ഓക്കെ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടെസ്റ്റിസ് എന്ന് പറയുന്ന പാർട്ട് കാണുന്നത് ടെസ്റ്റിസ് എന്ന് പറയുന്ന പാർട്ട് കാണുന്നത് എവിടെയാണ്, സ്കോട്ടം എന്ന് പറയുന്ന ഒരു പ്ലേസിനകത്താണ്. ഓക്കെ, സ്കോട്ടം എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്. ആ ഓർഗൻ എന്ന് പറയുന്നത് ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അത് ലൊക്കേറ്റഡ് ബിലോ ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ താഴെയായിട്ട് കാണുന്ന ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കോട്ടം എന്ന് പറയുന്നത്. ഈ സ്കോട്ടത്തിനകത്ത് രണ്ട് പെയറായിട്ട് അല്ലെങ്കിൽ രണ്ടെണ്ണമായിട്ട്, ഒരു പെയർ അല്ലെങ്കിൽ രണ്ടെണ്ണം, എ പെയർ ഓഫ് ടെസ്റ്റിസ്, അല്ലെങ്കിൽ ഒരു പെയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ, രണ്ടെണ്ണം വരും അല്ലെ. അങ്ങനെ സ്കോട്ടത്തിനകത്ത് ഒരു പെയർ അല്ലെങ്കിൽ രണ്ടെണ്ണം ആയിട്ടാണ് ആര് കാണപ്പെടുന്നത്, ടെസ്റ്റിസ് കാണപ്പെടുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ടെസ്റ്റിസ് ആണ്. അതിനെ ടെസ്റ്റിക്കിൾസ് എന്നും കൂടെ പറയുന്നുണ്ട്. ടെസ്റ്റിസ് കാണുന്നത് സ്കോട്ടം എന്ന് പറയുന്ന ബാഗ് ലൈക്ക് സ്ട്രക്ചറിനകത്ത് പെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. രണ്ട് ടെസ്റ്റിസ് കാണുന്നുണ്ട്. ക്ലിയർ ആണോ? നമ്മുടെ പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നോക്കി, ഇതാണ് സ്കോട്ടം എന്ന് പറയുന്ന റീജിയൻ. ഈ സ്കോട്ടത്തിനകത്ത് രണ്ട് പെയർ ആയിട്ട് ആര് കാണപ്പെടുന്നു, ഇവിടെയാണ് നമുക്ക് എന്ത് കാണുന്നത്, ടെസ്റ്റിക്കിൾ കാണുന്നത്. ഇതാണ് സ്കോട്ടം എന്ന് പറയുന്ന അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ താഴെയായിട്ട് കാണുന്ന സ്കോട്ടം എന്ന് പറയുന്ന ബാഗ് ലൈക്ക് സ്ട്രക്ചർ കാണുന്നത്. ഈ സ്കോട്ടത്തിനകത്താണ് ആര് കാണുന്നത്, ടെസ്റ്റിസ് കാണുന്നത്. രണ്ടെണ്ണം ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ പെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് മെയിൽ ഗാമേറ്റ്സ്. ടെസ്റ്റിസ് എന്തിനു സഹായിക്കുന്നു, അവരാണ് മെയിൽ ഗാമേറ്റിനെ അല്ലെങ്കിൽ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിൽ ഗാമേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, സ്പേം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ജേം സെൽസ് എന്ന് പറയുന്നുണ്ട്. ഈ മെയിൽ ഗാമേറ്റിനെയും ജേം സെൽസിനെയും പ്രൊഡ്യൂസ്, മെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ സ്പേംസ് അല്ലെങ്കിൽ ജേം സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞില്ല, സ്കോട്ടം എന്ന് പറയുന്നത്
അബ്ഡമിനൽ ക്യാവിറ്റിയുടെ താഴെയായിട്ട് അല്ലെങ്കിൽ ബിലോ ദ അബ്ഡമിനൽ ക്യാവിറ്റിയിലാണ് കാണപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. വൈ ദേ ആർ സീൻ ഔട്ട്സൈഡ് ദ അബ്ഡമിനൽ ക്യാവിറ്റി? അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ ദിസ് സ്കോട്ടം ഈസ് ലൊക്കേറ്റഡ് ബിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ അബ്ഡമിനൽ ക്യാവിറ്റി എന്ന് ചോദിക്കാറുണ്ട്. ആൻസർ എന്ന് പറയുന്നത് to maintain the normal അല്ലെങ്കിൽ to maintain the lower temperature അല്ലെങ്കിൽ to maintain the temperature 2 to 3 degree below the normal body temperature. നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ഒരു 2 ഡിഗ്രി അല്ലെങ്കിൽ 3 ഡിഗ്രി കുറവായിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മുടെ സ്കോട്ടം എന്ന് പറയുന്നത് എവിടെ കാണുന്നത്? ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ബോഡി ക്യാവിറ്റിയിൽ കാണുന്നത്. സോ ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. വൈ ദ സ്കോട്ടം ഈസ് സീൻ ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി? ബിക്കോസ് ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ 2 to 3 ഡിഗ്രി ബിലോ ദ നോർമൽ ടെമ്പറേച്ചർ, നോർമൽ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ടെമ്പറേച്ചർ താഴെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കോട്ടം അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്തായിട്ട് കാണപ്പെടുന്നത്. കാരണം എന്താ? ഇറ്റ് ഈസ് ബിക്കോസ് അവിടെയാണ് ടെസ്റ്റിസ് അല്ലെങ്കിൽ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെസ്റ്റിസ് ഉള്ളത് അല്ലെങ്കിൽ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പേംസ് വയബിൾ ആവണമെങ്കിൽ നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കണം. സോ ടു മെയിൻറ്റെയിൻ ദ ലോവർ ടെമ്പറേച്ചർ than the normal body temperature, the scrotum is found outside the body cavity. Clear ആണല്ലോ? ഈ പോയിന്റ് മറക്കരുത് മക്കളെ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഒരിക്കലും മറക്കരുത്. ക്ലിയർ ആണേ? അപ്പൊ ടെസ്റ്റിസിന്റെ കാര്യമാണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്കോട്ടത്തിനകത്ത്, സ്കോട്ടം എന്ന് പറയുന്ന അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് കാണുന്ന ബാഗ് ലൈക്ക് സ്ട്രക്ചറിനകത്ത് പെയർഡ് ആയിട്ട് കാണപ്പെടുന്ന ഓർഗൻ ആണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ടെസ്റ്റിസിനകത്താണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ ജേം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് ക്ലിയർ ആയിട്ട്. ദ നെക്സ്റ്റ് എന്ന് പറയുന്ന പാർട്ട് എപ്പിഡെമിസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ കോൾഡ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് എപ്പിഡെമിസ് എന്ന് പറയുന്നത്. ടെസ്റ്റിസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്ന പാർട്ടാണ് എപ്പിഡെമിസ് എന്ന് പറയുന്നത്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ടെസ്റ്റിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ള ഫംഗ്ഷൻ ആണ് ദ എപ്പിഡെമിസ് ഇസ് ഡൂയിങ്. Okay, it serves as a storehouse. കണ്ടോ? It serves as a storehouse of the sperm. ടെസ്റ്റിസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത സ്പേം അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ജേം സെൽസ് എന്നും കൂടെ പറയാം അല്ലെ? ഈ പറയുന്ന സ്പേംസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് നമ്മുടെ എപ്പിഡെമിസ് എന്ന് പറയുന്നത്. കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇതിനകത്ത് ഇൻസൈഡ് ദ എപ്പിഡെമിസ് ദ സ്പേം ബിക്കംസ് മെച്യൂർ ആൻഡ് ഡെവലപ്പ് മോട്ടിലിറ്റി. അപ്പൊ എപ്പിഡെമിസിനകത്ത് ഇരിക്കുന്ന സമയത്ത് ആ സ്പേം എന്ത് ചെയ്യുന്നു? അവര് മെച്യൂർ ആവുന്നു ആൻഡ് ഇറ്റ് അറ്റൈൻസ് ദ മോട്ടിലിറ്റി. അതിന് ട്രാവൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ അവർക്ക് അവിടെ വെച്ച് സംഭവിക്കുന്നുണ്ട്. ക്ലിയർ? സോ എപ്പിഡെമിസ് ഇസ് ക്ലിയർ. ഇതിന്റെ കോയിൽഡ് സ്ട്രക്ചർ ആണ്. സ്പേംസ് produce the sperms is storing inside the epidermis and it attains the maturity and the motility. Okay. Then vas deferens. Vas deferens എന്ന് പറയുന്നത് sperm duct എന്നും കൂടെ പറയുന്നുണ്ട്. ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എപ്പിഡെമിസിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്പേംസ് എന്ത് ചെയ്യണം? ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഏരിയയിലോട്ട് മൂവ് ചെയ്യണം. ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആ ഒരു ഡക്റ്റിനെയാണ് സ്പേം ഡക്ട് അല്ലെങ്കിൽ വാസ് ഡെഫറൻസ് എന്നുകൊണ്ട് നമ്മൾ പറയുന്നത്. Each epidermis continues further as the sperm duct അല്ലെങ്കിൽ vas deferens. അപ്പൊ എപ്പിഡെമിസിൽ നിന്നും എന്തുണ്ടാവുന്നു? നമ്മുടെ vas deferens ഉണ്ടാവുന്നു. These vas deferens united with a tube coming from the urinary bladder on the either side. That vas deferens വന്ന് അത് യൂറിനറി ബ്ലാഡറിലോട്ടാണ് പോകുന്നത്. യുറേത്ര. എന്നിട്ട് അവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നു? യുറേത്ര എന്ന് പറയുന്ന ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിംഗ് എന്ന് പറയുന്നത് കോമൺ പാസേജ് ആണ്. ആർക്കൊക്കെ? യൂറിനും അതുപോലെ തന്നെ സ്പേമിനും പോകാനുള്ള ഒരു കോമൺ പാസേജ് ആണ് യുറേത്ര എന്ന് പറയുന്നത്. The sperms are carried by the long tube called the vas deferens or sperm duct into the organ called the
സെമിനൽ വെസിക്കിൾസ്. ദെൻ ഈ വാസ് ഡെഫറൻസിലൂടെ അല്ലെങ്കിൽ സ്പേം ഡക്റ്റിലൂടെ സ്പേം ക്യാരി ചെയ്ത് അത് എവിടേക്ക് എത്തുന്നു? സെമിനൽ വെസിക്കിൾസിൽ എത്തുന്നു. അവിടെ വെച്ച് അവർക്ക് ആവശ്യമുള്ള ഈ പറയുന്ന സ്പേംസിന് ആവശ്യമുള്ള നറിഷ്മെന്റും കാര്യങ്ങളും ആർക്ക് കിട്ടും? ഈ പറയുന്ന സെമിനൽ വെസിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞത്? ടെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്. ടെസ്റ്റിസ് കാണുന്നത് സ്കോട്ടത്തിനകത്താണ്. ഈ ടെസ്റ്റിസിനകത്ത് എന്ത് സംഭവിച്ചു? സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്ത് അവരെങ്ങോട്ട് പോകും? എപ്പിഡമിസിൽ പോയി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വാസ് ഡെഫറൻസിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് സെമിനൽ വെസിക്കിൾസിലോട്ട് പോകുന്നുണ്ട്. സെമിനൽ വെസിക്കിൾസിൽ നിന്നാണ് ഇത് യുറേത്രയിലോട്ട് പോകുന്നത്. കോമൺ പാസേജ് ആയിട്ടുള്ള യുറേത്രയിലോട്ട് പോയി അത് ജെനിറ്റൽ ഏരിയയിലോട്ട്, ഫീമെയിൽ ജെനിറ്റൽ ഏരിയയിലോട്ടൊക്കെ പോകുന്നത് ഈ പറയുന്ന സെമിനൽ വെസിക്കിളിൽ നിന്നും യുറേത്രയിലോട്ട് പോയി യുറേത്രയിൽ നിന്നാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ സെമിനൽ വെസിക്കിൾസ് ആണ് സ്പേംസിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. ക്ലിയർ? ദെൻ യുറേത്ര, നമ്മൾ നേരത്തെ പറഞ്ഞു യുറേത്ര എന്ന് പറയുന്നത് എന്താണ്? യൂറിനും അതുപോലെ തന്നെ സ്പെർമാറ്റിക് ഫ്ലൂയിഡിനും കോമൺ ആയിട്ടുള്ള ഒരു പാസേജ് അല്ലെങ്കിൽ പുറത്ത് പോകാനുള്ള ഒരു പാസേജ് ആണ് ഏതെന്ന് പറയുന്നത്? യുറേത്ര എന്ന് പറയുന്നത്. അപ്പൊ യുറേത്ര എന്ത് ചെയ്യുന്നു? ക്യാരീസ് ദ സ്പേം ടു ദ ഓർഗൻ കോൾഡ് പെന്നീസ്. പെന്നീസിലേക്ക് സ്പേംസിനെ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ആളാണ് യുറേത്ര എന്ന് പറയുന്നത്. വിച്ച് ഓപ്പൺസ് ഔട്ട്സൈഡ് ത്രൂ ദ മെയിൽ ജെനിറ്റൽ പോർ. ഈ പെനിസിൽ നിന്നാണ് ഇത് പുറത്തോട്ട് പോകുന്നത്. പെനിസ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ പുറത്തേക്ക് ആ ജെനിറ്റൽ ഏരിയ ആണ് പെനിസ് എന്ന് പറയുന്നത്. ഇവിടേക്ക് എത്തിക്കുന്നതാണ് യുറേത്ര എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ആണ് യുറേത്ര എന്ന് പറയുന്നത്. ഓക്കെ, പെനിസ് എന്ന് പറയുന്നത് ഇറ്റ് ഫോംസ് ദ എക്സ്റ്റേണൽ മെയിൽ ജെനിറ്റൽ ഓർഗൻ. ഇറ്റ് ഈസ് എ കോപ്പുലേറ്ററി ഓർഗൻ വിത്ത് തിക് മസ്കുലർ വാൾ. ഓക്കെ, അപ്പൊ പെനിസ് ഉണ്ട്, അതുപോലെ തന്നെ യുറേത്ര ഉണ്ട്. യുറേത്ര എന്ന് പറയുന്നത് ഇത്രയും ശ്രദ്ധിക്കണം, എന്താണ്? കോമൺ ഓപ്പണിംഗ് ആണ് യുറേത്ര എന്ന് പറയുന്നത്. യൂറിനും അതുപോലെ തന്നെ സെമിനൽ ഫ്ലൂയിഡിനും ഉള്ള കോമൺ ഓപ്പണിംഗ് ആണ് ഏതെന്ന് പറയുന്നത്? യുറേത്ര എന്ന് പറയുന്നത്. ഈ യുറേത്രയിൽ നിന്നും ഇത് എങ്ങോട്ട് പോകും? നമ്മുടെ സ്പേമും അതുപോലെ തന്നെ വിത്ത് സ്പേം അതിനകത്തുണ്ട്. അതിന്റെ കൂടെ എന്തും കൂടെ ഉണ്ടാവുന്നുണ്ട്? സെമിനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സെമനും കൂടെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. എവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഈ പറയുന്ന സെമിനൽ ഫ്ലൂയിഡ് പ്ലസ് സ്പേംസ് ഇത് എവിടേക്ക് പോകുന്നുണ്ട്? പെനീസിലോട്ട് പോകുന്നുണ്ട്. പെനീസിൽ നിന്നാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ടെസ്റ്റിസ് ഉണ്ടെന്ന് പറഞ്ഞു. ടെസ്റ്റിസ് ഉള്ളത് എവിടെയാണ്? സ്കോട്ടം എന്ന് പറയുന്ന റീജിയൻ അകത്താണ് ആരുള്ളത്? ടെസ്റ്റിസ് ഉള്ളത്. ടെസ്റ്റിസ് ഇതാണ് സ്കോട്ടം എന്ന് പറയുന്ന ബാഗ് ലേക്ക് സ്ട്രക്ചർ. ഈ ബാഗ് ലേക്ക് സ്ട്രക്ചറിനകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ഓർഗൻ ഉണ്ട്? ടെസ്റ്റിസ് ഉണ്ട്. ടെസ്റ്റിസ് ആണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ഇനി ഇവിടെ നിന്നും എന്ത് ചെയ്യുന്നു? ടെസ്റ്റിസ് ഉണ്ടായ സ്പേംസ് എന്ന് പറയുന്നത് എവിടേക്ക് പോകും? എപ്പിഡെമിസ് എന്ന് പറയുന്ന ഏരിയയിലോട്ട് പോകും. അവിടെ വെച്ച് സ്പേം ക്യാരി ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്താണ് അവർക്ക് അവരുടേതായ മെച്യൂരിറ്റിയും കാര്യങ്ങളും സംഭവിക്കുന്നത്. അതിനുശേഷം ഇതെന്ത് ചെയ്യും? ഡക്റ്റിലൂടെ അല്ലെ, ഇതാണ് സെമിനൽ വെസിക്കിൾ വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്. ഈ വാസ് ഡെഫറൻസിലൂടെ സ്പേം ക്യാരി ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, വാസ് ഡെഫറൻസിലൂടെ ക്യാരി ചെയ്ത് പോകും. എന്നിട്ടാണ് ഇത് എവിടേക്ക് പോകുന്നത്? നമ്മുടെ യുറേത്രയിലോട്ട്. ഇതിങ്ങനെ ക്യാരി ചെയ്ത് വന്ന് ഇത് യുറേത്രയിലോട്ട്. ഈ ഒരു ഏരിയ ആണ് നമ്മൾ പെനീസ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് ഇത് ഇങ്ങനെ ക്യാരി ചെയ്ത് വരുന്ന സമയത്ത് ഇതിന് കോമൺ പാസേജ് ആണ് ഫോർ ദ സെമൻ ആസ് വെൽ ആസ് ഫോർ ദ യൂറിൻ. എ കോമൺ പാസേജ് ആണ് യുറേത്ര എന്ന് പറയുന്നത്. ഈ യുറേത്രയിലൂടെ വന്ന് ഇത് പെനീസിലോട്ട് വരുന്നുണ്ട്. പെനീസിൽ നിന്നാണ് ഇവരെന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ യുറേത്ര വാസ് ഡെഫറൻസ് വരുന്നതിന്റെ ആ ഒരു സൈഡിലായിട്ട് ആരും കൂടെ കാണും? സെമിനൽ വെസിക്കിൾസ് കാണുന്നുണ്ട്. ഈ സെമിനൽ വെസിക്കിൾസ് എന്ന് പറയുന്നതാണ് ഒരു ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്പേംസ് ഇവിടെ വാസ് ഡെഫറൻസിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ടെസ്റ്റിസിൽ പ്രൊഡ്യൂസ് ചെയ്ത് വാസ് ഡെഫറൻസിലൂടെ ഇങ്ങനെ ക്യാരി ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ സെമിനൽ വെസിക്കിൾസും കൂടെ ഉണ്ട് അല്ലെ. ഇവിടെ സെമിനൽ വെസിക്കിൾസ് ഉണ്ട്. ഈ സെമിനൽ വെസിക്കിൾസ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ സെമൻ എന്ന് പറയുന്നത്. സെമിനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സെമൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സെമനെയും കൂടെ ക്യാരി ചെയ്ത് അവര് രണ്ടുപേരെയും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വാസ് ഡെഫറൻസ്
സെമിനൽ വെസിക്കിൾസ് എന്ത് ചെയ്യുന്നത്, ഇതിലേ വന്ന് എവിടേക്ക് വരുന്നത്, യുറേത്രയിലൂടെ പെന്നീസിലോട്ട് വന്ന് പെന്നീസിൽ നിന്നാണ് ഇവര് പുറത്തേക്ക് പോകുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? ഏതൊക്കെയാണോ ഓർഗൻസ് എന്നുള്ളത് ക്ലിയർ ആയില്ലേ? ടെസ്റ്റിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇതുണ്ട് എപ്പിഡിമിസ് എന്ന് പറയുന്നത് ഈ ഏരിയ ഉണ്ട്, ഈ എപ്പിഡിമിസ്. അപ്പൊ ടെസ്റ്റിക്കിളിൽ നിന്ന് അല്ലെങ്കിൽ ടെസ്റ്റിസിൽ നിന്നും സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സ്പേംസ് എന്ത് ചെയ്യുന്നു, ക്യാരി ചെയ്ത് എപ്പിഡിമിസിൽ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ സ്റ്റോർ ചെയ്ത് വെച്ച് അവർ മെച്യൂർ ആയതിനു ശേഷം ഇത് വാസ് ഡെഫറൻസിലൂടെ പോകുന്നു. വാസ് ഡെഫറൻസിലൂടെ ഇങ്ങനെ ക്യാരി ചെയ്ത് വരുന്ന സമയത്ത് ഈ സ്പേംസിന് നറിഷ്മെന്റും കാര്യങ്ങളും കൊടുക്കാനായിട്ട് ഇവിടെ സെമിനൽ വെസിക്കിൾ ഒരു ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ പറയുന്ന ഫ്ലൂയിഡ് ആണ് സെമൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫ്ലൂയിഡും സ്പേമും എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോമൺ ഓപ്പണിംഗ്, ഇവിടെ യൂറിനറി ബ്ലാഡറിൽ നിന്ന് വരുന്ന ഒരു യൂറിൻ വരുന്ന ഒരു ഓപ്പണിംഗ് കൂടെ ഉണ്ട്. ഇവിടുന്ന് സെമിനൽ വെസിക്കിൾസ് അല്ലെങ്കിൽ സെമിനൽ വെസിക്കിളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത സെമൻ അല്ലെങ്കിൽ സ്പേംസ് ഇതിലൂടെ ക്യാരി ചെയ്ത് ഇങ്ങനെ യുറേത്രയിലൂടെ വരുന്നുണ്ട് പെന്നീസിൽ. എന്നിട്ട് ഇതിന്റെ കോമൺ ഓപ്പണിംഗ് ആണ് നമ്മൾ യുറേത്ര എന്ന് പറയുന്നത്. അവസാനം ലേറ്റർ ഇത് പെന്നീസിലോട്ട് വരുന്നു, പെന്നീസിൽ നിന്നും ഇത് പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ മെയിൻ ആയിട്ട് പറയുന്നത് ടെസ്റ്റിസും അതുപോലെ തന്നെ ഇവരൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഓർഗൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ആക്സസറി ഗ്ലാൻഡ്സ്, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ടെസ്റ്റിസിന്റെ കാര്യം പറഞ്ഞു, ടെസ്റ്റിസ് പറഞ്ഞു, എപ്പിഡിമിസ് നമുക്ക് എന്താണെന്ന് മനസ്സിലായി. എപ്പിഡിമിസിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റോർ ഹൗസ് എന്നാണ് പറയുന്നത് അല്ലെ, സ്പേംസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും അവർ മെച്യൂർ ആവുന്നതും അതുപോലെ തന്നെ അവർക്ക് മോട്ടിലിറ്റി ഉണ്ടാവുന്നതുമായിട്ടുള്ള പ്ലേസ് ആണ് എപ്പിഡിമിസ് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കുക. സ്പേം ഉണ്ടായ സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നു, മെച്യൂർ ആവുന്നു, മോട്ടിലിറ്റി അറ്റൈൻ ചെയ്യുന്നു. ക്ലിയർ? ദെൻ വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദാറ്റ് ഡക്റ്റ് ആണ് അല്ലെ, അതിലൂടെ വരുന്ന ആ ഒരു ഡക്റ്റ്, ആ പാസേജിനെയാണ് നമ്മൾ വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അവര് ലേറ്റർ പോകുന്നത് സെമിനൽ വെസിക്കിൾസിലാണ്. അവിടെ വെച്ചാണ് എന്ത് സംഭവിക്കുന്നു, സ്പേം ഗെറ്റ് നറിഷ്മെന്റ്, സ്പേമിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് കിട്ടുന്നത് എവിടെ വെച്ചാണ്, സെമിനൽ വെസിക്കിൾസിൽ വെച്ചാണ്. ക്ലിയർ? വാസ് ഡെഫറൻസ് സ്പേമിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന വഴിക്ക് അവിടെ സെമിനൽ വെസിക്കിൾസ് ഉണ്ട്. സെമിനൽ വെസിക്കിൾസ് ഒരു ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ നറിഷ്മെന്റ് കൊടുക്കുന്നു ടു ദ സ്പേം. സെമനിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡിലൂടെയാണ് അവര് നറിഷ്മെന്റ് കൊടുക്കുന്നത്. ക്ലിയർ? ദെൻ യുറേത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോമൺ പാസേജ് ഓഫ് ദ ബോത്ത് യൂറിനും അതുപോലെ തന്നെ സ്പെർമാറ്റിക് ഫ്ലൂയിഡിനുമുള്ള കോമൺ ഓപ്പണിംഗ് ആണ് നമ്മൾ, അല്ലെങ്കിൽ കോമൺ ഡക്റ്റ് ആണ് നമ്മൾ യുറേത്ര എന്ന് പറയുന്നത്. ഈ യുറേത്രയിൽ നിന്നും ഈ പറയുന്ന യൂറിനും അതുപോലെ തന്നെ നമ്മുടെ സെമിനൽ ഫ്ലൂയിഡ്, സ്പെർമാറ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ സെമിനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, പെനീസിലോട്ട് കൊടുക്കുന്നു. പെനീസിൽ നിന്നും ഇത് പുറത്തേക്ക് ജെനിറ്റൽ പോറിലൂടെ പുറത്തേക്ക് പോകുന്നു. ക്ലിയർ? പെനീസ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു.